ഹായ് ഫ്രണ്ട്സ്, അച്ചസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അടുക്കളയിൽ കയറി. അപ്പോൾ നമ്മുടെ ലൈറ്റ് ഇച്ചിരി വിഷയമുണ്ട് കേട്ടോ. നമ്മൾ കിച്ചണിലെ ലൈറ്റിൻ്റെ ആണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. ഇത് കൂട്ട് ലൈറ്റ് വെട്ടം ഇച്ചിരി കുറവുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഇടിയപ്പം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഇടിയപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ കുഴച്ചൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ വോയിസ് ഓവർ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് എപ്പോഴും ഇങ്ങനെ ഈ തപ്പൽ വരും, ഇങ്ങനെ തപ്പൽ വരും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കുക. അപ്പോൾ ഞാൻ ഇതിനകത്തുള്ള ഇത്രയും ഇടിയപ്പമാണ് കേട്ടോ ഉണ്ടാക്കുന്നുള്ളൂ. സത്യം പറഞ്ഞാൽ ഇത് ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഇതിൻ്റെ കുഴയ്ക്കുന്ന എങ്ങനെയാണെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് ഞാനിത് ഉണ്ടാക്കാതിരുന്നായിരുന്നു കേട്ടോ കുറേ നാൾ. പിന്നെ ഞാൻ അമ്മയോട് ചോദിച്ചു ഇതിൻ്റെ കുഴയ്ക്കുന്ന എങ്ങനെയാണെന്ന്. അപ്പോൾ അമ്മ എനിക്ക് പറഞ്ഞു തന്നതിന് ശേഷം എനിക്ക് ഇടിയപ്പം ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം അത് കുഴച്ചിട്ട് ഇങ്ങനെ ഈ കറക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ കേട്ടോ. പക്ഷേ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇടിയപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇടിയപ്പം റെഡിയായില്ല കേട്ടോ. ഇടിയപ്പം ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് വേവിക്കണം. അപ്പോൾ ഞാൻ തേങ്ങ ചിരണ്ടിയിട്ട് അതിൻ്റെ പൊക്കത്തോടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് തീയിലൊക്കെ വെച്ചു. പിന്നെ അവിടെ ഇരുന്ന പാത്രം ഒന്ന് കഴുകിയെടുക്കുന്നതാണ് കേട്ടോ. നമ്മുടെ സ്റ്റാൻഡ് അവിടെ ഇരിക്കുന്നുള്ളതുകൊണ്ട് ഞാനിങ്ങനെ എത്തി വലിഞ്ഞത് കഴുകിയതാണ് കേട്ടോ. കഴുകി വെച്ചേക്കുന്ന പാത്രമായിരുന്നു, ജസ്റ്റ് ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട്. നമ്മൾ കിഴങ്ങ് കറിയാണ് കേട്ടോ വെക്കുന്ന ഇടിയപ്പത്തിന്. അപ്പോൾ ഒരു കിഴങ്ങാണ് കേട്ടോ വെക്കുന്നുള്ളൂ. ഒരു കിഴങ്ങ് വെച്ച് തന്നെ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട്, തേങ്ങ ഇച്ചിരി അരച്ച് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു കിഴങ്ങ് തന്നെ ധാരാളമാണ് കേട്ടോ. നമ്മൾ ചോറിന് എടുക്കുന്നില്ല, ഇടിയപ്പത്തിന് കറി മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പം ഞാൻ കിഴങ്ങ് ചിരണ്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കിഴങ്ങ് തീയെ വെച്ച് കേട്ടോ ഒന്നേ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇടിയപ്പം ഏകദേശം വെന്തിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഓർത്ത് കുറച്ച് നേരം കൂടി ഇരിക്കട്ടെ എന്ന് ഓർത്തു. പിന്നെ ആ ഗ്യാപ്പിന്, ആ കിഴങ്ങ് വേകുന്ന ഗ്യാപ്പിന് എനിക്ക് ബീറ്റ്റൂട്ട് മെഴുക്കുവരട്ടി വെക്കാനുണ്ട്. അപ്പോൾ അത് വെന്ത് കഴിഞ്ഞായിരുന്നു കേട്ടോ. വെന്ത് കഴിഞ്ഞപ്പോൾ ഞാനത് മാറ്റിയിട്ട് അപ്പുറത്തെ അടുപ്പിൽ ഒരു ഫ്ലെയിം ഇച്ചിരി കുറവാണ് കേട്ടോ. അപ്പം ഞാൻ ആ കൂടുതലുള്ള ഫ്ലെയിമിലോട്ട് കിഴങ്ങ് കറി എടുത്ത് വെക്കുന്നുണ്ട്. മറ്റേത് ഞാൻ ഓഫ് ചെയ്തു കേട്ടോ. പിന്നെ ഞാൻ കുഞ്ഞിനുള്ള ബീറ്റ്റൂട്ടും കൂടി ഒന്ന് പെട്ടെന്ന് മെഴുക്കുവരട്ടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് അംഗനവാടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കറി വേണം. നമ്മൾ വെക്കുന്ന കറി ഇച്ചിരി എരിവൊക്കെ ഉണ്ടായിട്ടാണല്ലോ വെക്കുകയുള്ളൂ. അപ്പോൾ അത് അവൾക്ക് കൊടുത്തുവിടാൻ പറ്റത്തില്ല. അവൾ എരിവ് കൂട്ടും, എരിവൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ഞാൻ അവൾക്ക് സെപ്പറേറ്റ് ഒരു ബീറ്റ്റൂട്ട്, ഒരു ക്യാരറ്റ് അങ്ങനെയൊക്കെ എടുത്ത് ഞാൻ കറി വെക്കും കേട്ടോ. അവൾക്ക് സെപ്പറേറ്റ്. ഇപ്പോൾ ഞങ്ങൾക്ക് പുളിശ്ശേരി ഉണ്ടാക്കണം. പിന്നെന്താ പുളിശ്ശേരിയും പിന്നെ ഈ ബീട്രൂട്ടിൻ്റെ ഇതും മതി ചേട്ടായിക്കും ഉണ്ടാകും. പിന്നെ മുളക് പൊട്ടിക്കണം കേട്ടോ. എനിക്ക് മുളക് പൊട്ടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് മോരിൻ്റെ കൂടെ. അപ്പം പിന്നെ പപ്പടം ഉണ്ട്. പപ്പടം ഞാൻ നേരത്തെ വറുത്തായിരുന്നു കേട്ടോ. ഇതൊക്കെയുള്ളൂ ഇന്നത്തെ കറി. പിന്നെ കിഴങ്ങൊക്കെ വെന്തായിരുന്നു കേട്ടോ. അപ്പോഴത്തേനും ഞാൻ കിഴങ്ങിന് അരപ്പും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇടിയപ്പമൊക്കെ വേറൊരു പാത്രത്തിനകത്തോട്ട് ഞാൻ മാറ്റുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് വെന്തായിരുന്നു. വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് ആ പാത്രം ഞാൻ കഴുകാൻ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ കിഴങ്ങ് കറിയും ഇടിയപ്പമൊക്കെ റെഡിയായി. പിന്നെ അവൾക്കുള്ള കറിയും കൂടെ ഞാൻ വെക്കാൻ പോവാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പുളിശ്ശേരി വെക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി അരപ്പൊക്കെ റെഡിയാക്കുവാണ് കേട്ടോ. അപ്പോൾ അരപ്പിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ റെഡിയാക്കി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പുളിശ്ശേരി വെക്കുന്നത്, ഭയങ്കര ഇഷ്ടം. പുളിശ്ശേരിക്ക് അച്ചാറുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. പക്ഷെ അച്ചാറൊന്നും നമുക്കില്ലായിരുന്നു. അപ്പോൾ ജീരകമൊക്കെ ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതൊക്കെ ഉള്ളതങ്ങ് ഇട്ടു. പിന്നെ ഞാൻ ചായയും കൂടെ ചൂടാക്കാൻ വെക്കുന്നുണ്ട്. അതും കൂടെ വെച്ചിട്ട് കഴിക്കുന്നില്ല കേട്ടോ. അപ്പോഴത്തേനും സമയം ഒരു 8:30 ആയായിരുന്നു. എനിക്ക് വിശന്നായിരുന്നു കേട്ടോ. അപ്പോഴത്തേനും ബീട്രൂട്ട് കറി റെഡി ആയിട്ടുണ്ട്.
പിന്നെ ഇതേ ചായയൊക്കെ ചൂടാക്കി വെച്ചു, ചായ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇപ്പോൾ ഓൾറെഡി മധുരം ഇട്ട് വെച്ച ചായയാണ് കേട്ടോ, പക്ഷേ എനിക്ക് ഇച്ചിരി കൂടെ മധുരം വേണമായിരുന്നു. ഞാൻ ഇച്ചിരി കൂടെ മധുരം ഇടുന്നുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ. കറണ്ട് പോയി ഗൈസ്. മോരുകറി ഞാൻ വെച്ച് പാത്രം കഴുകാനുണ്ട്. ഇനിയിപ്പം കറണ്ട് വന്നിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇതേ അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്നലെ തേച്ചിട്ട് തുണി വിരിക്കാനുണ്ടായിരുന്നു കേട്ടോ. ഇച്ചിരിയെല്ലാം ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഇതേ രാവിലെ വിരിച്ചിടുവാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചേട്ടയും കൊച്ചും അപ്പുറത്തെ വീട്ടിൽ പൂവ് പറിക്കാൻ പോകുന്നതാണ് കേട്ടോ. അവർ രാവിലെ എഴുന്നേറ്റ് പിച്ചിട്ട് അലമ്പായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മുറ്റം അടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ 2 ദിവസമായിട്ട് മഴ ആയതുകൊണ്ട് മുറ്റം അടിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ ഇലയൊക്കെ ഇങ്ങനെ നനഞ്ഞ് കിടക്കുമ്പം നീങ്ങാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ. നമ്മൾ മുറ്റിലും കൂടെ ആയതുകൊണ്ട് ഫ്രണ്ടിൽ ഭയങ്കര പാടായിരുന്നു കേട്ടോ അടിക്കാൻ. വീഡിയോ എടുക്കാൻ നോക്കിയപ്പോഴത്തേക്കും കറണ്ടില്ലായിരുന്നു ഗൈസ്. കറണ്ടില്ലെങ്കിൽ ഇവിടെ വെച്ച് വീഡിയോ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. ഞാൻ കൊച്ചിനെ കൊണ്ടുപോയിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. കടയിലൊക്കെ കയറണമായിരുന്നു. കടയിലൊക്കെ കയറി ചെന്നിട്ട് ഇനി പാത്രമൊക്കെ കഴുകാനുണ്ട്. കറണ്ടില്ലായിരുന്നു. കറണ്ടില്ലാതെ വെള്ളം എടുത്ത് നമ്മൾ ഉപയോഗിച്ചിട്ട് മോട്ടറിൽ വെള്ളമില്ലാണ്ടിരുന്ന മോട്ടറിൽ നിന്ന് ടാങ്കിനകത്ത് വെള്ളം ഇല്ലാണ്ടിരുന്നാൽ ശരിയാകത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പാത്രമൊക്കെ ഒന്നും കഴുകിയില്ല. ചെല്ലുമ്പോൾ കറണ്ട് വരുമെന്ന് എൻ്റെ പ്രതീക്ഷ. ഒരു വെയിലുണ്ട് കേട്ടോ, അതുകൊണ്ട് തുണിയെല്ലാം വിരിച്ചിട്ടേക്കാണ്. ഇതുവരെയായിട്ട് കറണ്ട് വന്നില്ല ഗൈസ്. എൻ്റെ ഫോണിലും ചാർജ് കുറവാണ്. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നല്ലോ ഇന്നത്തെ വീഡിയോ. നമുക്ക് ഒത്തിരി എന്നാ പറയുക തുണിയൊക്കെ അലക്കാനുണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പം എനിക്ക് തുണി അലക്കിയാലും വിരിച്ചിടാനുള്ള സ്ഥലമൊന്നുമില്ല. എല്ലാം വിരിച്ചിട്ടേക്കുവാണ് തുണി. അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ തുണി വിരിച്ചിട്ടേക്കുവാണ്. ഇനിയിപ്പോൾ ഇതെല്ലാം ഉണങ്ങിയിട്ട് വേണം എനിക്ക് അടുത്ത സെക്ഷൻ അലക്കാൻ. കറണ്ട് വരുവാണെങ്കിൽ ഞാൻ ബാക്കിയും കൂടെ എടുക്കാം. ബാക്കി ഇനിയിപ്പോൾ ഒന്നുമില്ല. ഇനിയിപ്പം കറണ്ട് വരുവാണെങ്കിൽ പാത്രമൊക്കെ തേച്ച് കഴുകണം. ഇവിടേക്ക് ഒന്ന് അടിച്ചു തൂത്ത് വരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.